ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ബഷീറാണ്. നമ്മളുടെ അന്തിമ വോട്ടർ പട്ടിക ലിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇനിയും പേര് ചേർക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേര് ചേർക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇലക്ഷൻ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ 10 ദിവസം മുമ്പ് വരെ, ലാസ്റ്റ് ടൈമിൻ്റെ 10 ദിവസം മുമ്പ് വരെ നമുക്ക് ഈ അപേക്ഷ സമർപ്പിക്കാം. അതുവരെയുള്ള ആൾക്കാരെ അവർ സ്വീകരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇനിയും അപേക്ഷകൾ കൊടുക്കാത്ത ആൾക്കാർ, ഈ വോട്ടർ പട്ടികയിലൊന്നും പേര് വരാത്ത ആൾക്കാരൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ എല്ലാവരും പെട്ടെന്ന് തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ശ്രമിക്കുക. അത് നാട്ടിലുള്ളവരാണെന്ന് ഫോം 6, മറ്റവരാണെന്ന് ഫോം 6A, വിദേശത്തുള്ള ആൾക്കാരാണെന്ന് ഫോം 6A. അതിൽ അപേക്ഷിക്കാം. നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ മൊബൈലിലൂടെ അപേക്ഷിക്കാം, അല്ലെങ്കിൽ നമ്മൾ അക്ഷയ സെൻറ്ററിൽ മുഖാന്തരം അപേക്ഷിക്കാം. അതല്ല വെച്ചാൽ നമ്മളുടെ BLOമാരുടെ മുഖാന്തരം അപേക്ഷിക്കാം. അതൊക്കെ നമ്മൾ എന്തായാലും അത് അപേക്ഷ സമർപ്പിക്കുക. നമ്മളത് പിന്നെ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം വരുന്ന ഒരു SIRൽ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ടായിരിക്കും, 2026 ഡീറ്റെയിൽസ് വെച്ചിട്ടായിരിക്കാം നമ്മളുടെ മക്കളെ അല്ലെങ്കിൽ മക്കളുടെ മക്കളിനൊക്കെ ചേർക്കേണ്ടി വരിക. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാവരും ഈ SIRൽ ഇടം പിടിക്കാൻ നോക്കുക, ഈ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാൻ നോക്കുക. അപ്പോൾ ഇപ്പോൾ ഇന്ന് ഇറങ്ങിയിട്ടുള്ള വോട്ടർ പട്ടിക എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിന് സിമ്പിളാണ്. നമ്മുടെ മൊബൈലിൽ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ എന്നുള്ള പോർട്ടലൊന്ന് പോവുക. പോർട്ടൽ പോയിട്ട് ഇതേമാതിരിയാണ് വരിക. ഇതുമാതിരി ഇൻ്റർഫേസ് വരും. അതിൽ നമ്മളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ കേരള. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 2026 ഇലക്ഷൻ റോള്, അതുമാതിരി SIR റോള് 2026 എന്ന് പറയും. ഇത് SIRും കൂടിയിട്ടാണ് ഈ സംഭവം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ആലോചിക്കണം. ഇനി കൂട്ടിച്ചേർക്കുന്ന ആൾക്കാരനൊക്കെ അത് സെപ്പറേറ്റ് ആയിട്ട് വരിക, ഇതിൽ കൂടെ വരില്ല. സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ട് പിന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ടൊക്കെയാണ് അത് കൂട്ടിച്ചേർക്കുന്നുണ്ടാവുക എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത്. അതൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞിട്ടില്ല. ഏതായാലും നമ്മൾ വോട്ടർ ലിസ്റ്റിൽ പേര് വരാൻ ശ്രമിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതെങ്കിലും പറയാൻ പറ്റും. ഇത് ഒന്നുമില്ലാണ്ടാകുമ്പോൾ പിന്നെ അടുത്ത പ്രാവശ്യം നമുക്ക് SIR വരുമ്പോൾ മക്കളുടെ മക്കളിനൊക്കെ ചേർക്കുമ്പോൾ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് കാരണം കൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും പെട്ടെന്ന് തന്നെ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് SIR ഫൈനൽ റോൾ എന്ന് പറഞ്ഞിട്ട് 2026 ഇത് ഫൈനലാണെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. ഇനി ചേർക്കുന്നവരെ സെപ്പറേറ്റ് ആയിട്ട് ചേർക്കുന്ന ഇത് സെപ്പറേറ്റ് ആയിട്ട് വരിക എന്നുള്ളതാണ് ഒരു അറിവ് കിട്ടിയിരുന്നത്. എന്താണെന്ന് അറിയില്ല കറക്റ്റായിട്ട്. അപ്പോൾ നമ്മൾ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. ഡിസ്ട്രിക്റ്റ് തൃശ്ശൂരാണ്. പിന്നെ നമ്മളുടെ അസംബ്ലി മണ്ഡലം ഏതാണെന്ന് വെച്ചാൽ ഇത് കുന്നംകുളം കൊടുത്തു. അപ്പോൾ ലാംഗ്വേജ് മലയാളം ഡയറക്റ്റായിട്ട് അവിടെ വന്നു. ഇവിടെ നമ്മൾ ഈ ക്യാപ്ച കോഡ് ഇവിടെ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കണം. എന്നിട്ട് ഡൗൺലോഡ് സെലക്ട് PDF എന്ന് കൊടുത്തിട്ടില്ല. അവിടെ നമ്മൾ ഇത് ചെയ്യരുത്. നമ്മളുടെ നമ്മൾ ഏത് ബൂത്തിലാണോ ഉള്ളത് എന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം. നമ്മളുടെ ഏത് ബൂത്താണ് എന്നുള്ളത്. ഞാൻ 3-ാം വാർഡിൽ 27 നമ്പർ ബൂത്താണ് എൻ്റെ. ഓരോ വാർഡിലും ഒരുപാട് ബൂത്തുകളുണ്ടാവും. നമ്മളുടെ ബൂത്ത് ഏതാണെന്ന് അറിയാം, ഏതാ ബ്ലോക്ക് എന്നും അറിയാം. 27 നമ്പർ ബൂത്തിൽ C ബ്ലോക്കാണ് എൻ്റെ. അപ്പോൾ ഞാനത് മാത്രം സെലക്ട് ചെയ്യുക. നമ്മൾക്ക് ഏതാണോ വേണ്ടിച്ച അത് സെലക്ട് ചെയ്താൽ മതി. അതല്ല ഇത് മൊത്തം ഡൗൺലോഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ മൊത്തം സെലക്ട് ചെയ്തിട്ട് നമുക്ക് മൊത്തം ഡൗൺലോഡ് ചെയ്തെടുക്കാം. പക്ഷേ നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മളുടെ ബൂത്തിലുള്ളത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വേണ്ടപ്പെട്ടവരും എല്ലാവരും ആ ബൂത്തിൽ തന്നെ ആയിരിക്കും. അവരുടെ പേരുണ്ടോ എന്നുള്ള അറിയാനാണ് നമ്മൾ ഇത് ശ്രമിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ആ ബൂത്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് സെലക്റ്റഡ് PDF എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഇവിടെ സക്സസ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ നമ്മളുടെ ആ PDF ഇവിടെ ഡൗൺലോഡാവും. ആ PDF ഡൗൺലോഡിൽ പോയിട്ട് നമുക്ക് ആ PDF കാണാൻ പറ്റും. ഇതുണ്ട്, ആ PDF ആണ് ഇപ്പോൾ ഈ കാണുന്നത്. കണ്ടോ, ഇതിൽ നമ്മളുടെ റോൾ നമ്പറോ അല്ലാച്ചും മറ്റുള്ളതോ അറിയാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതല്ലാച്ചും ഓരോന്നും നമ്മൾ നോക്കിയിട്ട് അത് കണ്ടുപിടിക്കേണ്ടി വരും. പേരും കാര്യങ്ങളും ഓരോന്നും നോക്കിയിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. അത് സൂം ചെയ്ത് നോക്കിയിട്ട് അറിയാം. നമ്മുടെ റോൾ നമ്പറൊക്കെ നമ്മുടെ കയ്യിലുണ്ട് വെച്ചെങ്കിൽ ഇപ്പോൾ 1134 എൻ്റെ അനിയൻ്റെ റോൾ നമ്പറാണ്. അത് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. നമ്മൾക്കത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇതിലിങ്ങോട്ട് വന്നിട്ട് ഏറ്റവും ലാസ്റ്റിലേക്ക് വരണം കേട്ടോ. ഏറ്റവും ലാസ്റ്റിലേക്കാണ് ഇപ്പോൾ ഈ 1134 വരുന്നത്. ഇതല്ല 1134 ഈ അബ്ദുൽ ഗഫൂർ അബ്ദുള്ള ഉണ്ടോ. അപ്പോൾ അത് അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ ഈ റോൾ നമ്പർ നമ്മുടെ അടുത്ത് ഉണ്ട് വെച്ചെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൽ തന്നെ നമ്മുടെ പിക്ക് നമ്പർ നമുക്ക് ഇതിന് കണ്ടുപിടിക്കാൻ പറ്റും, ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്തെടുക്കുന്നത്. നമ്മുടെ ആൾക്കാരൊക്കെ അതിലുണ്ടോ എന്നുള്ളത് ആദ്യം ഉറപ്പ് വരുത്തുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ അപേക്ഷ കൊടുത്തവരാണെന്ന് വെച്ചാൽ അത് തള്ളാനുള്ള കാരണം എന്താണെന്നുള്ളതുണ്ടാവും. അതുമാതിരി ഹിയറിങ്ങിന് പോകാത്തുള്ള ആൾക്കാരാണെന്ന് അവർക്കും ഇനിയും അവസരമുണ്ട്. അത് കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും ഈ ഇലക്ഷൻ കാർഡിന് വേണ്ടി അപേക്ഷിക്കുക. ഇലക്ഷൻ ഇതിൽ ലിസ്റ്റിൽ പേര് വരാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.